ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിലേക്കാണ്. നമ്മുടെ നോർത്ത് ഗോവയിലെ കൈരളി കൾച്ചറൽ അസോസിയേഷൻ സംഘടിപ്പിച്ച ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിലേക്കാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. വേറെ ഒന്നിനല്ല, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ രക്തദാനം മഹാദാനം എന്ന് പറയുന്ന പോലെ നമ്മൾ നൽകുന്ന ഓരോ തുള്ളി രക്തവും മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമ്മൾ ചെന്നപ്പോൾ തന്നെ അവിടെ കുറേ പേരുണ്ടായിരുന്നു. നമ്മൾ 10-11 മണിയായിട്ടാണ് ചെന്ന് കേട്ടോ. 9 മണിയായപ്പോഴേ അവിടെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. കൈരളി കൾച്ചറൽ അസോസിയേഷൻ നോർത്ത് ഗോവ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൻ്റെ ചേർന്നുള്ള ഒരു ക്യാമ്പാണ് ഇന്ന് നടക്കുന്നത്. കഴിഞ്ഞ വർഷവും ഇതേ സെയിം ക്യാമ്പ് ഇവിടെ നടന്ന് അന്ന് ഒരുപാട് പേര് ബ്ലഡൊക്കെ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അതുപോലെ തന്നെയാണ്. ഈ പ്രാവശ്യം പിന്നെ വെക്കേഷൻ കൂടി ആയതുകൊണ്ട് കുറച്ച് ആൾക്കാർ കുറഞ്ഞു പോയി. എന്നാലും കുഴപ്പമില്ല, കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് കുറച്ചൊരു വന്ന് കൊടുത്തിട്ട് പോയി. നമ്മൾ പിന്നെ 9 മണി തൊട്ട് 12 മണി വരെ ആയിരുന്നു ടൈമിങ്. അപ്പം നമ്മൾ ചെന്നപ്പോഴത്തേക്കും കുറേ പേര് വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് നമ്മുടെ ഈ പരിപാടിയുടെ വിജയം. അവിടെ വന്ന് ഓരോരുത്തരുടെ നിറഞ്ഞ മനസ്സിനും അവർ സന്തോഷത്തോടെ വന്ന് ഡൊണേറ്റ് ചെയ്യാൻ അവർ എന്താ പറയുന്നത്, ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ഒരു തുള്ളി രക്തം കൊണ്ട് മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിലേ വലിയൊരു എന്താ പറയുന്നത്, ഒരു പുണ്യം വേറെ ഇല്ല, അങ്ങനെ തന്നെ നമുക്ക് പറയാം. പിന്നെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവിടെ ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ടെസ്റ്റ് ചെയ്തിട്ട് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ കുറച്ച് പേര് റിജക്റ്റായി പോയിട്ടുണ്ട്. ഞാനും റിജക്റ്റ്. അങ്ങനെ അത്രയ്ക്കും കെയറിങ് ആയിട്ടാണ് അവിടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് തന്നെ. അതുമാത്രമല്ല, എടുത്തു പറയേണ്ട ഒരു കാര്യം, ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ കഴിക്കാനായിട്ട് ജ്യൂസും ബിസ്ക്കറ്റ്, ഐസ്ക്രീം, ചോക്ലേറ്റ്, അങ്ങനെ എല്ലാം നമ്മുടെ കൈരളി കൾച്ചറൽ അസോസിയേഷൻ്റെ വകയായിട്ട് നമ്മുടെ സംഘാടകർ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഏറ്റവും സത്യം പറഞ്ഞാൽ ഓരോരുത്തരോട്, നമ്മുടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരോടും ഒരുപാട് നന്ദിയും നമുക്കും അതിലൊരു ഭാഗമാകാൻ കഴിയുന്നു എന്ന് പറയുന്നതിൽ അതിൽ അഭിമാനവും ഉണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അടുത്ത വർഷവും വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. ഇനി എല്ലാ വർഷവും ഇത് മുൻപോട്ട് ഇങ്ങനെ തന്നെ തുടർന്ന് പോവുക. അതിനെല്ലാ സപ്പോർട്ടായിട്ട് നമ്മളെല്ലാവരും കൂടെ സപ്പോർട്ടായിട്ടുണ്ടാവും. അങ്ങനെ ബ്ലഡൊക്കെ ഡൊണേറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഇറങ്ങി ഹോട്ടലിൽ, നമ്മുടെ മപ്സത്ത് തന്നെ ഒരു ബോഷൻ ഹോട്ടൽ എന്ന് പറയുന്ന അവിടെ വെച്ചായിരുന്നു കേട്ടോ ഇതിൻ്റെ ക്യാമ്പും കാര്യങ്ങളൊക്കെ. ഞാൻ വന്നപ്പോൾ അതിൻ്റെ എൻട്രി ഒന്നും എടുക്കാൻ പറ്റിയില്ല. സമയം ഇപ്പോൾ തന്നെ 12-1 മണി ആയി കാണും കേട്ടോ. അവിടെ നിന്ന് നേരെ പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് പുറത്തുനിന്ന് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ നേരെ ഹോട്ടലിലേക്കാണ് കേട്ടോ പോയപ്പോൾ നേരെ ഞാൻ മക്കളെയും വിളിച്ചു പറഞ്ഞു ഹോട്ടലിലോട്ട് വരാൻ. അങ്ങനെ മക്കളും 2 പേരും കൂടെ വന്നു. ഞങ്ങൾ ഹോട്ടലിൽ ചെന്നപ്പോഴത്തേക്കും അവർ 2 കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളങ്ങനെ 4 പേരും കൂടെ അങ്ങനെ ഹോട്ടലിൽ കയറി പിന്നെ ഉച്ചയ്ക്ക് നമ്മുടെ ലഞ്ചിന് ഇവിടെ ഗോവയിലെ മെയിൻ എന്ന് വെച്ചാൽ ഗോവൻ താലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഊണ് നമ്മുടെ ഫിഷ് താലി എന്ന് പറയും. നമ്മുടെ നമ്മുടെ നാട്ടിൽ പറഞ്ഞ മീനൂണെന്ന് പറയത്തില്ലേ, അത് തന്നെ ഫിഷ് താലിയാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട മീൻ പറഞ്ഞാൽ മതി. അവരിങ്ങനെ 3-4 ഐറ്റം കാണും അവിടെ. എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ അത് ഓർഡർ ചെയ്യുമ്പോൾ അതനുസരിച്ചുള്ള ഫുഡ്, ചോറും കാര്യങ്ങളും ഒക്കെ വരും. സ്പെഷ്യൽ മീൻ ഏതാണോ പറയുന്നത് അതായിരിക്കും. നമ്മളിന്ന് കിങ് ഫിഷാണ് പറഞ്ഞത്, അപ്പോൾ അതാണ് ഊണിൻ്റെ കൂടെ കൊണ്ടു തരുന്നത്. പിന്നെ കറികൾ കുറേ ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഇച്ചിരി ഉള്ളെങ്കിലും കുറേ ഐറ്റങ്ങളുണ്ട്. ചോറും കേട്ടോ, ഈ ഒരു കപ്പ് ചോറേ കാണത്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ വേണമെങ്കിൽ എക്സ്ട്രാ ഒരു കപ്പ് വാങ്ങിക്കണം. അങ്ങനെയാണ് ഇവിടെ മിക്കവാറും കറി കൂടുതലും ചോറ് കുറവും, അങ്ങനെയാണ് ഇവിടുത്തെയൊക്കെ സ്പെഷ്യൽ. അങ്ങനെ എന്തായാലും ഞങ്ങൾ പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പിന്നെ വീട്ടിലോട്ട് പോയി കേട്ടോ. ഇത്രയുള്ള അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇങ്ങനത്തെ പുതിയ വീഡിയോകളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബായ്.